പലതരം രക്ഷാപ്രവർത്തനങ്ങൾ അടുത്ത കാലത്തായി നമ്മൾ കാണുന്നു. ആമയിഴഞ്ചൻ തൊട്ടിലെ ജോയിയുടെ രക്ഷാപ്രവർത്തനം, അങ്ങ് കർണാടകയിലുള്ള ഇപ്പോൾ ഷിരൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം, കായംകുളത്ത് പോലീസും ഒരു രക്ഷാപ്രവർത്തനം നടത്തി. പക്ഷേ രക്ഷാപ്രവർത്തനത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ രക്ഷാപ്രവർത്തനത്തിൽ ഓടയിൽ നിന്നൊരാളെ പൊക്കിയെടുത്തു. ആ ഓടയിൽ കുടുങ്ങിപ്പോയത് ആരാണെന്നറിയാമോ? ഈ പോലീസിനെ വെട്ടിച്ചോടിയ കള്ളൻ ഓടയിൽ കുടുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒളിച്ചിരുന്ന ഈ കള്ളന് പുറത്തു വരാൻ പറ്റാതായി. ഒടുവിൽ പിന്നെ എന്ത് ചെയ്തു? ഓടയുടെ സ്ലാബ് പൊളിച്ച് പാവം പോലീസിന് ഈ കള്ളനെ രക്ഷപ്പെടുത്തേണ്ടി വന്നു. അങ്ങനെ കള്ളനെ ഓടയിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തി രക്ഷിച്ചെടുത്ത പോലീസിൻ്റെ കഥയാണ് ഇനി അനഘ പ്രേക്ഷകരുമായി പങ്കിടാൻ പോകുന്നത്. അനഘ, വെരി ഗുഡ് മോർണിംഗ്. പറയാൻ പോകുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ കഥ വളരെ വ്യത്യസ്തമാണെന്ന് എനിക്കറിയാം. ആ ട്രാക്കും മൂഡും വ്യത്യസ്തമാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചുരുക്കി പറയൂ അനഘ. അതായത് അരുൺകുമാർ, ഇന്ന് രാവിലെ 1 മണി മുതൽ 5 മണി വരെയാണ് ഒരു കള്ളൻ പോലീസിനെയും ഫയർഫോഴ്സിനെയും അക്ഷരാർത്ഥത്തിൽ കുഴക്കിയിരിക്കുന്നത്. അതായത് ഈ കായംകുളം പ്രദേശത്തെല്ലാം തന്നെ മോഷണം വലിയ രീതിയിൽ നടക്കുന്നുണ്ട് പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് പോലീസ് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഇന്ന് 1 മണിയോടടുത്ത് പോലീസ് പെട്രോളിംഗ് നടത്തുന്ന സമയത്താണ് ഈ കള്ളൻ പോലീസിനെ കാണുന്നത്. ഈ സമയം പോലീസിനെ കണ്ട് ഓടിയ കള്ളൻ തൊട്ടടുത്ത് ഈ കായംകുളം റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തായി തന്നെ ഒരു ഓടയുണ്ട്. ആ ഓടയിലേക്ക് ഒളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സമയം പോലീസ് എത്തി പലതവണ കള്ളനോട് ഈ ഓടയിൽ നിന്ന് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും കള്ളൻ അതിന് തയ്യാറായില്ല. പിന്നീടാണ് ഈ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുന്നതും ഈ ഓടയുടെ കമ്പി അടക്കം പൊളിച്ചു മാറ്റി ഈ കള്ളനെ പുറത്തെത്തിക്കുന്നതും. ഈ തമിഴ്നാട് സ്വദേശിയാണ് ഈ പിടിയിലായിട്ടുള്ള ഈ കള്ളൻ. ഈ പ്രദേശത്തെ 7ഓളം കടകളിൽ മോഷണം തുടർച്ചയായി നടന്നിട്ടുണ്ട്. ഈ മോഷണം നടത്തിയത് ഇയാളാണോ എന്ന സംശയത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് പോകുന്നത്. അരുൺകുമാർ.